ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഡ്രൈ റെഡ് ചില്ലി മാത്രം മതി, മാത്രമൊന്നുമല്ല അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെയൊക്കെ ചേർത്താൽ അടിപൊളി ഈ ചട്നി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് ഉണക്കമുളക് ഒരു 6 എണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടും. എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡ്രൈ റെഡ് ചില്ലിയാണ്. കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറും മാറി വരുന്നുണ്ട്. നല്ല ഒരു മൂത്ത മണം വരുന്നുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നോക്കിയേ, കണ്ടോ? ഇപ്പോൾ ഒടിച്ചാൽ ഒടിയുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-12 അല്ലി ചെറിയ ഉള്ളി, ഷാലഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു കഷ്ണം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തു, ഗാർലിക്ക്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കുകയാണ്, വാളംപുളി. 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇതാ നോക്കിയേ, വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ആ ഉള്ളിയുടെ ആ ഈർപ്പം കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ദാ ഈ ഒരു പരുവത്തിന് അരച്ചാൽ മതി. ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് വറുത്ത എണ്ണയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പം എണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയാണിത്. ചോറിനൊപ്പവും കഞ്ഞിയുടെ ഒപ്പവും കപ്പയുടെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു ചമ്മന്തിയാണ്. ഇങ്ങനെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.